ഹലോ, എല്ലാവർക്കും ചാരി സ്പീഡ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പെട്രോൾ സ്വിഫ്റ്റാണ് കേട്ടോ. 2023 മോഡല്. അപ്പോൾ ഈ ഒരു വാഹനം നമ്മളിവിടെ സർവീസ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുള്ളത് ആദ്യമായിട്ടൊന്ന് നമുക്കൊന്ന് നോക്കാം. ഇഗ്നീഷൻ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഏകദേശം 30,772 കിലോമീറ്ററാണ് നിലവിൽ ഓടിയിരിക്കുന്നത്. ഇനി ഈ ഒരു വാഹനം നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. വേറെ വല്ല കംപ്ലൈൻറ്റ് വല്ലതും ഉണ്ടോ എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് 30,000 സർവീസ് നമ്മൾക്ക് എത്ര രൂപ വരും എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരിക്കണം. ഹൈവേ സൈഡ് നമ്മൾ ഓടിച്ചു, വീല് ബെയറിംഗ് ഒന്നും പോയിട്ടില്ല കേട്ടോ. എന്തായാലും ഇനി കുറച്ച് നേരം ഒന്ന് കട്ട് റോഡിൽ കൂടെ നമുക്കൊന്ന് സൈഡാക്കിയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. വേറെ വല്ല സൗണ്ട്, സസ്പെൻഷൻ്റെ ഭാഗമായിട്ട് വല്ല സൗണ്ട് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അറിയാനായിട്ടേ. കട്ട് റൂട്ടിൽ കൂടി നമ്മൾ ഓടിച്ചിട്ടോ. അപ്പോൾ ഷോക്ക് അബ്സർ, അതേപോലെ തന്നെ സ്റ്റിയറിങ് ആൻഡ് ലിങ്കർ ആഡ്, ബാർ ബുഷ്, കാലിബറിൻ്റെ ചെറിയൊരു സൗണ്ട് ഉണ്ട്, അത്രമാത്രമേ ഉള്ളൂ. വേറൊരു കംപ്ലൈൻറ്റ് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇതിന് ഇല്ല. ഏകദേശം ഒരു 30,000 കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റേതായ സൗണ്ടുകൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ഈ ഒരു വാഹനം ഷോറൂമിലൊന്ന് കയറ്റി ലിഫ്റ്റ് ചെയ്തിട്ട് എല്ലാ ഭാഗങ്ങളും ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വാഹനം ലിഫ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. 4 വീല് ബെയറിങ് നമ്മൾ വൃത്തിയായിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്തു. ആ ഒരു ഭാഗങ്ങളൊന്നും കംപ്ലൈൻ്റ് ഇല്ല. സ്റ്റഡ് ബുഷൊക്കെ നോക്കി കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൽ അടുത്തതായിട്ട് ചെയ്യാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഷോക്ക് അബ്സറാണ്, ഫ്രണ്ടിലെ സ്റ്റെട്ട് എന്ന് പറയും. ഈ ഒരു ഭാഗത്തിൽ വല്ല ഓയിൽ ലീക്ക് ഉണ്ടോ, നട്ടോ ബോൾട്ട് വല്ലത് ലൂസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. പിന്നെ ഈ ആക്സിൽ ബോട്ട് വല്ലതും കംപ്ലൈൻ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. 2 സൈഡും ഉണ്ട്, ഡിഫറൻഷ്യൽ സൈഡും ഉണ്ട്. ഇത് സ്റ്റിയറിങ്ങിൻ്റെ ബോട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമ്മൾ ഒരുപോലെ നോക്കണം കേട്ടോ. 2 സൈഡും ആക്സിൽ ബൂട്ടൊക്കെ വരുന്നുണ്ട്. ബൂട്ടുകളെല്ലാം നമ്മൾ നോക്കി. ഷോക്ക് ഓഫ്സറും കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇത് ഈ ഒരു ഇഞ്ചിൻ്റെ ബാക്ക് ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് വല്ല ബോൾട്ടുകളോ വല്ലത് ലൂസ് ഉണ്ടോ, കൂളൻ്റ് വല്ല ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു ഭാഗത്തൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ അടിഭാഗം സൈലൻസറിൻ്റെ ഭാഗം ഈ ഹോസുകളൊക്കെ വല്ലതും പൊട്ടിയിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ റിയർ ആക്സിൽ ബീമാണത്. ഇതിലൊരു ബുഷ് വരുന്നുണ്ട്, അത് കംപ്ലൈൻ്റ് നോക്കാം. ഇതിൻ്റെ ടോർഷൻ ബാറാണ് കേട്ടോ, അതൊന്നും കംപ്ലൈൻ്റ് ഇല്ല. അതേപോലെ തന്നെ അതിൻ്റെ ഒരു ബുഷും കൂടി വരുന്നുണ്ട്, അവിടെയും കംപ്ലൈൻ്റ് ഇല്ല. പിന്നെ ഇതിൻ്റെ കോയിൽ സ്പ്രിങ് വല്ലതും ഡാമേജ് ഉണ്ടെന്നുള്ളത് നോക്കി, അതൊന്നും കംപ്ലൈൻ്റ് ഇല്ല. റിയർ ഷോക്കാണ്, അതിനും കംപ്ലൈൻറ്റ് നിലവിലില്ല. മൊത്തം ചളിയാണ് കേട്ടോ, നല്ല മഴയല്ല, അതുകൊണ്ടാണ് ഇത്ര ഡസ്റ്റ് കാണുന്നത്. എന്തായാലും ഇതൊരു വൃത്തിയായിട്ട് നമ്മൾ വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. വണ്ടി പക്കയാക്കിയിട്ട് നമ്മൾ കൊടുക്കും എന്തായാലും. പിന്നെ 4 വീല് ബ്രേക്ക് നമ്മൾ അഴിച്ച് ഓവറോൾ ചെയ്യണം. മൊത്തം ഡസ്റ്റ് കയറി നിൽക്കുന്നുണ്ട് കണ്ട. വണ്ടി അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട് കേട്ടോ. 2 വർഷമായിട്ടുള്ളൂ, പക്ഷേ 30,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കണ്ടില്ല പൊടി, അമ്മാതിരി പൊടിയാണ്. ഇതിനൊക്കെ വൃത്തിയായിട്ട് 4 വീലും ഇതേപോലെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത് നല്ലപോലെ എമരയൊക്കെ ഇട്ട് ഉരച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾ ഈ ഒരു സാധനം നമുക്ക് വണ്ടിയിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ചെയ്യുന്നത് കാലിബർ ഷിമ്മാണ് ചെയ്യണത് കേട്ടോ. അത് ഷിം ചെയ്തിട്ട് അതിൻ്റെ ഒരു TVSൻ്റെ ഗ്രീസ് ഉണ്ട്, സാധാരണ നമ്മുടെ അപ്ലൈ ചെയ്യണത് അതാണ്. അതിട്ട് വൃത്തിയായി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം വരെ അല്ലെങ്കിൽ 10,000 കിലോമീറ്റർ വരെ ഈ ഒരു ഭാഗമൊന്നും സ്റ്റക്കാവില്ല. അത്ര ക്ലിയർ ആയിരിക്കും ആ ഗ്രീസ്. അതെന്തായാലും നമ്മൾ വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ലിഫ്റ്റിൽ കയറ്റിയാൽ തന്നെ നമ്മൾ ഈ ഇഞ്ചൻ ഓയിലും അതിൻ്റെ ഓയിൽ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചെടുക്കും കേട്ടോ. ഇത് കണ്ടില്ലേ, ഓയിൽ ഫിൽറ്റർ നമ്മൾ നിലവിൽ അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഡ്രൈനായിട്ട് വരുന്നത്. മൊത്തം കവറാണ് കേട്ടോ. അതിൻ്റെ 2-3 സ്ക്രൂ ഉണ്ട്, അത് അഴിച്ചെടുത്താലേ നമുക്കിത് കാണാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ടുള്ളതാണ് ബാക്കിയുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ ഫിൽറ്ററിന് 99 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ AC ഫിൽറ്റർ 599 രൂപയാണ് നിലവിൽ വരിക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്സുകൾ എന്തൊക്കെയോ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇഞ്ചിൻ ഓയിലാണ് നമ്മൾ നിലവിൽ മാറ്റുക. അതായത് 3.3 ആണ് വരിക. 1 ലിറ്ററിന് 390 രൂപയാണ് വരിക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് വന്നിട്ട് 1289 രൂപ നിലവിൽ വരുന്നുണ്ട്. കൺസ്യൂമേഴ്സ് നമ്മൾക്കൊരു 350 രൂപയാണ് വരിക. കാലിബർ ഗ്രീസ് ഒരു 2 എണ്ണത്തിന് 60 രൂപ. ഏകദേശം നമ്മൾക്ക് ഇതിൻ്റെ പാർട്സിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 2305 രൂപയെ നമുക്ക് നിലവിൽ വരുള്ളൂ കേട്ടോ. അതായത് ബാക്കിയുള്ള പാർട്സുകളൊന്നും പോയിട്ടില്ല. ഇനി അഡീഷണൽ വേറെ എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അഡീഷണലായിട്ട് എമൗണ്ട് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ഇത്രേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബ്രേക്ക് പാഡോ അല്ലെങ്കിൽ കാലിബറിൻ്റെ പിന്നോ വല്ലതൊക്കെ സ്റ്റക്കാണെന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ടി വരും, അതിന് അഡീഷണൽ ചാർജ് ആവും. പക്ഷേ ഇതിനൊന്നും ആ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്ര എമൗണ്ട് ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റും ബാലൻസിങ് കൂടി ചെയ്തിട്ടുണ്ട്. അലൈൻമെൻറ്റിന് വന്നിട്ട് 400 രൂപ, അതേപോലെ തന്നെ വീൽ ബാലൻസിങ്ങിന് വന്നിട്ട് 400 രൂപയാണ്. ഇതിൻ്റെ ഈ ഒരു PMS പീരിയഡിക്കലായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് വരുന്നൊരു എമൗണ്ട് പറയണത് 1465 രൂപയാണ് കേട്ടോ. ഇതിൽ 4 വീല് ബ്രേക്ക്
ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ വാഷിംഗ് കൂടി ഇൻക്ലൂഡാണ്. എല്ലാം കൂടി ചേർത്തിട്ടാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് വരുന്നത്. എല്ലാ ഭാഗങ്ങളും ചെക്കിങ് പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് ഇതിൻ്റെ ലേബർ വന്നിട്ട് 2265 രൂപയാണ് വന്നിരിക്കുന്നത്. പ്ലസ് ടാക്സും കൂടി വരും കേട്ടോ. ഏകദേശം ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട്, ഈ ഒരു 30,000 സർവീസ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5 രൂപ ആ ഒരു എമൗണ്ടിൽ ഈ ഒരു വർക്ക് നിൽക്കും എന്നുള്ളതാണ്. ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കും വേറെ വല്ല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത്. അതിനുശേഷം ഫൈനൽ ഇൻസ്പെക്ഷനും കൂടിയുണ്ട്. ചെയ്ത വർക്കുകളെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത്, ലൈറ്റ് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. ഈ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 കിലോമീറ്റർ ഇല്ലെങ്കിൽ അടുത്ത 1 വർഷം വരെ നമുക്ക് ഈ ഒരു വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പോയിൻ്റ് കേട്ടോ. അത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും എല്ലാ വർക്കും ക്ലിയർ ആക്കിയിട്ട് ഇനി നമുക്ക് ഈ ഒരു വാഹനം ഫുള്ളായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഫുള്ളായി നമ്മൾ വാഷ് ചെയ്തെടുത്തിട്ട് വാക്യൂം ക്ലീനർ വെച്ചിട്ടാണ് നമ്മളിവിടെ വാഷ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇൻറ്റീരിയലെല്ലാം വൃത്തിയാക്കി നമ്മൾ ചെയ്ത് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനം നമുക്ക് വീൽ കപ്പിട്ടിട്ട് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്യാം. ഇത്രയേ ഉള്ളൂ കേട്ടോ. 30,000 കിലോമീറ്റർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര രൂപയേ ആവുള്ളൂ. അഡീഷണൽ പാർട്സുകളൊന്നും പോയിട്ടില്ലെങ്കിൽ. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വരുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യുക. അടുത്ത വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനി